ഇതെൻ്റെ കഥയാണ്. കഥയെന്ന് പറയാൻ കഴിയില്ല, എൻ്റെ ജീവിതം തന്നെയാണ്. യാത്ര എന്നത് വെറും രണ്ടക്ഷരത്തിലൊതുങ്ങുന്ന വാക്കായിരിക്കാം, പക്ഷേ ആ രണ്ടക്ഷരങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചേക്കാം. ഞാനും അതുപോലൊരു യാത്ര പോവുകയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് ആരംഭിച്ച യാത്രയാണ് ഇന്നിവിടെ എത്തി നിൽക്കുന്നത്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ആലപ്പുഴ വഴി പോകുന്ന ട്രെയിൻ നമ്പർ 126-97 ചെന്നൈ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ജംഗ്ഷൻ പണി 20 മിനിറ്റുകൾക്ക് എറണാകുളം ജംഗ്ഷൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ. प्लॅटफॉर्म क्रमांक 6 वर आलेली लोकल 1:08 छत्रपती शिवाजी महाराज टर्मिनसला जाणारी സിനിമ എന്ന സ്വപ്നവുമായി നടന്നിരുന്ന എനിക്ക് എൻ്റെ മുമ്പിലെ എല്ലാ വാതിലുകളും അടഞ്ഞു തുടങ്ങിയ നിമിഷം. കൂടെ നിൽക്കേണ്ട പലരും അവഗണിച്ചു തുടങ്ങിയ നിമിഷം. എൻ്റെ ജീവിതമാവുന്ന യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ തന്നിരുന്ന എൻ്റെ അച്ഛൻ്റെ മരണം. ആ വിയോഗം പലപ്പോഴും എന്നെ തളർത്താൻ ശ്രമിച്ചിരുന്നു. അതിലൊന്നും തളരാതെ മുന്നോട്ട് തന്നെ നീങ്ങാൻ മനസ്സിൽ നിന്നാരോ പറയുന്നത് പോലെ. അല്ലെങ്കിലും ജീവിതത്തിൻ്റെ പച്ചപ്പുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം അടുത്താണെന്ന് തോന്നിയേക്കാം. പക്ഷേ പച്ചപ്പുകളെ മറികടന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ദൂരം കൂടും. അവിടെ നമ്മുടെ യാത്ര നിലക്കരുത്. തടസ്സങ്ങളെ മറികടന്ന് നമ്മൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. അന്നത്തെ ലക്ഷ്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഒരുപാട് മുഖങ്ങൾ കണ്ടു. അതിൽ ഒരു കൂട്ടം ആളുകളുടെ മുഖത്ത് പുതുപ്രതീക്ഷയുടെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് കാണാമായിരുന്നു. ചിലരുടെ മുഖങ്ങളിൽ വേർപാടിൻ്റെ വിരഹദുഃഖവും അതിലേറെ മക്കളെ പിരിയുന്ന മാതാപിതാക്കളുടെ കണ്ണീരും. ഇതിനിടയിൽ ഒരു വികാരവുമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ സ്വന്തം വേദനകളും സങ്കടങ്ങളും പുറത്തു കാണിക്കാതെ നിൽക്കുകയാണവർ. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പലതും ഉപേക്ഷിച്ച് ആരെയും അറിയിക്കാതെ പുതുവെളിച്ചം തേടിയുള്ള ഒരു യാത്ര പോവുകയാണവർ. അത് ഡയറക്ടർ വിജയ് സാറല്ലേ?